കേരളത്തിന്മേൽ കനത്ത സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ഫണ്ടുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് കടിഞ്ഞാണിടുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ ദ്രോഹകരമായൊരു പ്രവൃത്തിയാണത്. കാരണം കേരളത്തിലെ ജനങ്ങളെയും കേരളം ഭരിക്കുന്ന സർക്കാരിനെയും തമ്മിൽ തെറ്റിപ്പിച്ച് ഈ വോട്ട് കിട്ടേണ്ട LDF ഇന്നുവരെയുള്ള നല്ല വികസന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന LDF സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ച് അവരൊക്കെ വോട്ട് സ്കോർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് പരിപാടി. അതാ ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുമ്പം ശക്തമായൊരു സ്വരമായി മാറാൻ UDF-ന് സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സാധിക്കുന്നില്ല. അവരെ ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെയാണ് UDF പ്രവർത്തിക്കുന്നത്. ഇന്നും അതാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ UDF MP ചോദിക്കുകയുണ്ടായി കേരളത്തിനുള്ള റേഷൻ വീതം വെട്ടിക്കുറയ്ക്കുമോ എന്ന്. ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകപ്പാടെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക ഉപരോധമുള്ളപ്പോൾ പോലും ജനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാ ഞാൻ ആദ്യം പറഞ്ഞതാണ്. അത് വളരെ ജനദ്രോഹപരമായ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അവരൊക്കെ വോട്ടിലാണ് കണ്ണ്. കേരളത്തിൻ്റെ ദാരിദ്ര്യമുക്തമാക്കുന്നതിലേക്കോ ഏതൊരു താല്പര്യവും അവർക്കില്ല. അതാ